നമുക്ക് ഫ്രാക്ഷന് അടുത്തായി പഠിക്കാനുള്ളത് ഡെസിമൽ ഫ്രാക്ഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റേഴ്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് പവർ ഓഫ് 10. അതായത് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവും. അതിൽ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? 10ന്റെ പവർ ഫോമിലായിരിക്കും. അതായത് 10, 1000, 10, 100, 1000, 10000 ആ ഫോമിലായിരിക്കും. ഉദാഹരണം നോക്കാം. 7/10 ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഡെസിമൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പം എന്തായിരിക്കും? 0.7. 96/1000 എത്രയാണ്? 0.096 എന്ന് കിട്ടും. 10 ആണെങ്കിൽ നമ്മൾ വലത് സൈഡിന് ഇടത് സൈഡിലോട്ടാണ് എന്താ ഫ്രാക്ഷൻ ഈ ഡെസിമൽ പോയിന്റ് ഇടുന്നത്. 10 ആകുമ്പോൾ എത്രയാണ്? ഒറ്റ സ്ഥാനം ഇങ്ങോട്ട് വരും. 7/100 ആണെങ്കിലോ 2 സ്ഥാനം ഇങ്ങോട്ട് മാറ്റിയിടാം. അതായത് 7 ആണെങ്കിൽ 2 സ്ഥാനം, 1 ഇത് കഴിഞ്ഞാൽ 2, അപ്പോൾ 0.07 കിട്ടും. 7/1000 ആണെങ്കിലോ ഒറ്റ അതത്തെ 3 സ്ഥാനമല്ല, 3 പൂജ്യം ഇല്ലേ? ഇത് ഇല്ല, 0 നോക്കാം. ഒറ്റ ഒരു പൂജ്യം. അല്ലെങ്കിൽ 10 ആണെങ്കിൽ ഒറ്റ സ്ഥാനം ഇങ്ങോട്ട്, 7 ഇങ്ങോട്ട്, ഇങ്ങനെ റൈറ്റ് സൈഡിന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഈ ഫ്രാക്ഷൻ ഇല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് ഇട്ടുകൊണ്ട് പോകേണ്ടത്. 10 ആകുമ്പോൾ ഒറ്റ ഒരു സ്ഥാനം, 7 ആകുമ്പം 2 സ്ഥാനം. അതുപോലെ 1000 ആണെങ്കിൽ എത്രയാണ്? 3 സ്ഥാനം ഇടാം. അതുപോലെ അതിന് 10,000 ആണെങ്കിലോ അതുപോലെ തന്നെ 4 സ്ഥാനം ഇങ്ങോട്ട് മാറ്റി എഴുതാം. അപ്പം ഇപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടതുവശത്തോട്ട് പോയിന്റ് മാറ്റിക്കൊണ്ട് ഇടാം. ഇതേപോലെ ഉദാഹരണം 96/1000. ഇവിടെ എത്ര? 1000 ആകുമ്പോൾ ഒറ്റ എത്ര? 3 പൂജ്യം ഉണ്ട്. അപ്പം 3 സ്ഥാനം അങ്ങോട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൽ സിമ്പിളായി നോക്കുകയാണെങ്കിൽ 10 സ്ക്വയർ 10 ക്യൂബ്, അതായത് 10, 100, 1000. 10 ആണെങ്കിൽ ഒറ്റ സ്ഥാനം, 100 ആണെങ്കിൽ 2 സ്ഥാനം, 1000 ആണെങ്കിൽ 3 സ്ഥാനം. അതുപോലെ മാറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. 96/1000 ആകുമ്പോൾ 3 സ്ഥാനം. അപ്പം 1, 2, ഒരു പൂജ്യം കൂടി ആഡ് ചെയ്താൽ എത്ര? 3 സ്ഥാനം ഇങ്ങോട്ടോ. അതാണ് 0.096 ആയി കിട്ടുന്നത്. അപ്പം ഡിനോമിനേറ്ററിൽ 10ന്റെ പവറായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള സംഖ്യകൾ എന്താ പറയാം? ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയാം. ഉദാഹരണം 7/10 അതിൻ്റെ ഡെസിമൽ ഫ്രാക്ഷനിലെ ഫോമിലുള്ളത് എങ്ങനെയാണ്? 0.7. പിന്നെ ഉദാഹരണം 0.096. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? 96നെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. 0.7 കിട്ടാൻ വേണ്ടി 7നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം അത്തരത്തിൽ ഡിനോമിനേറ്റർ 10ന്റെ ഫോമിലാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുന്ന ഫ്രാക്ഷൻ എന്താ പറയാം? ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയാം. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻസ് പഠിക്കുക. നമ്മൾ സാധാ ഫ്രാക്ഷൻ പഠിച്ചതുപോലെ ഫ്രാക്ഷൻസിലെ ഓപ്പറേഷൻസ് പഠിച്ച പോലെ ഇതിലെന്തുണ്ട്? ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻസ് ഓഫ് ഡെസിമൽ ഫ്രാക്ഷൻസ്. ഇതിലെന്തുണ്ട്? ഓപ്പറേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ നമുക്ക് അഡീഷൻ നോക്കാം. അഡീഷൻ എങ്ങനെയാണെന്നൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5.6 പ്ലസ് 1, 2.345 പ്ലസ് 1, 2, 3.45 പ്ലസ് 1.23. ഇതിനെ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഈ ഡെസിമൽ പോയിന്റ്സ് ഒറ്റൊരു കോളത്തിൽ വരുന്ന പോലെയാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ആഡ് ചെയ്യേണ്ടത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റെല്ലാം ഒറ്റ കോളത്തിലായിരിക്കണം. ഈ സംഖ്യ എടുത്ത് എഴുതാം. 1, 2, 3, 4, 5.6 പ്ലസ് 1, 2.346. 1, 2 എന്ത് ചെയ്യുക? ഈ ഡെസിമൽ പോയിന്റ് എല്ലാം ഒറ്റൊരു ലൈനിൽ ഒറ്റൊരു കോളത്തിൽ വരുന്ന പോലെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. 1, 2, 3, 4, 5 പ്ലസ് 1, 2, 3, 1, 2, 3. ഈ ഡെസിമൽ പോയിന്റ് ഒറ്റൊരു കോളം അല്ലെങ്കിൽ ഒറ്റ ലൈനിൽ വരുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്യുക. 4, 5 പ്ലസ് 1.23. 1.23 നിങ്ങൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇവിടെ 5 മാത്രമേ ഉള്ളൂ. 5 അതേപോലെ എടുത്ത് എഴുതുക. ഇവിടെ 4, 5 എത്ര? 9, 9, 3, 12, 2 ശിഷ്ടം 1 കിട്ടും. 6, 1, 7, 7, 3, 10, 10, 4, 14, 2, 16, 6 ശിഷ്ടം 1. ഈ ഫ്രാക്ഷൻ്റെ ഇല്ലെങ്കിൽ ഈ ഡെസിമൽ പോയിന്റ് അതുപോലെ എടുത്ത് എഴുതുക. 5, 1, 6, 6, 2, 8, 8, 3, 11, 12, 2 ഇഷ്ടം 1, 4, 1, 5, 6, 6, 2, 8, 3, 1, 4. ഇവിടെ ഒന്നുമില്ല, 2 ആണ്. ഇവിടെ 1 ആണ്. അപ്പം ആൻസർ എന്ത് കിട്ടി? 12482.65. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ്? ഡെസിമൽ പോയിന്റ് ഒക്കെ ഒറ്റൊരു ലൈനിൽ ഇല്ലെങ്കിൽ ഒറ്റൊരു കോളത്തിൽ വരുന്നത് പോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം സാധാരണ ആഡ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇതുപോലെയാണ് സബ്സ്ട്രാക്ഷൻ്റെ കേസിലും വരുന്നത്. സെയിം ആണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സിമ്പൽ ഒന്ന് ഇല്ലെങ്കിൽ സൈന് മാറിയെന്ന് മാത്രം. സബ്സ്ട്രാക്ഷൻ
സബ്സ്ട്രാക്ഷൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇതുപോലെ ചെയ്യാം. ആദ്യം 2456.12 മൈനസ് 134 ഡെസിമൽ പോയിന്റ് എന്ത് ചെയ്യുക, ഒറ്റൊരു ലൈനിലും ഒറ്റൊരു കോളത്തിലും എൻഡ് ചെയ്യുക. 1 ആദ്യം ഇത് രണ്ടും നമുക്ക് മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 2 0 6 മൈനസ് 4 എത്ര കിട്ടും? 2 കിട്ടും. 2 3 2. അപ്പോൾ ഇതെന്ത് കിട്ടി? 2 2 3 22.02 മൈനസ് എന്തുണ്ട്, ഇതും കൂടി ചെയ്യാണ്ട് 2.45 അതും കൂടി മൈനസ് ചെയ്യുക. 2 3 22.02 മൈനസ് 2.45. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഡെസിമൽ പോയിന്റ് ഒരേ ലൈനിൽ ഇല്ലെങ്കിൽ ഒരേ കോളത്തിൽ എഴുതി. ഇത് ചെയ്താൽ എത്ര കിട്ടും? 7 5 9 1 3 2 2319.57 കിട്ടും. ഇപ്പം സൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അഡീഷനെയും സബ്സ്ട്രാക്ഷനെയും സോൾവ് ചെയ്യുന്ന രീതി സെയിം ആണ്. എന്ത് ചെയ്യേണ്ടത്, ഡെസിമൽ പോയിന്റ്സ് ഒക്കെ ഒറ്റൊരു കോളത്തിൽ വരുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യുക. ഇപ്പം ഡെസിമൽ ഫ്രാക്ഷൻ്റെ ഓപ്പറേഷനിൽ അഡീഷനും സബ്സ്ട്രാക്ഷനും ആണ് ഇത് പറഞ്ഞത്. അടുത്ത സെക്ഷനിൽ നമുക്ക് എന്ത് പഠിക്കാം, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടി പഠിക്കാം. മൂന്നാമത്തെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. നമുക്ക് ഡെസിമൽ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു ഉദാഹരണം നോക്കാം. 0.3 ഇൻറ്റു 0.33. ഇത് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷനിൽ കേസിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ, നിങ്ങൾ ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത രീതിയിലൊന്ന് സങ്കല്പിക്കുക. അതായത് ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലെങ്കിൽ 3 ഇൻറ്റു 33 അല്ലേ, അപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 99 കിട്ടും. ഇനി ഫ്രാക്ഷൻ ഫോമിലോട്ട് മാറ്റണമെങ്കിൽ ഇതിൽ എത്ര ഡെസിമൽ പോയിന്റ്സ് ഉണ്ട് നോക്കാം. അതായത് ഒറ്റ 10 എന്ന് പറയാം, അല്ലെങ്കിൽ 1 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്ന ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഇവിടെ 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ്. 2 ആഡ് ചെയ്യാം, എത്ര? അപ്പം 3 കിട്ടും. മൊത്തം 3 പ്ലേസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ എന്തുണ്ടത്, ഡെസിമൽ പോയിന്റ്. അത് ഇതിൽ 2 സ്ഥാനം കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ്, ഇതിൽ 1 സ്ഥാനം കഴിഞ്ഞാൽ മൊത്തം എത്രയാണ്? 2 ആഡ് കഴിഞ്ഞാൽ 3 ആണ്. അപ്പം ആൻസർ എന്ത് ചെയ്തി, 3 സ്ഥാനം ഇട്ട് കൊടുത്താൽ മതി. അപ്പം 1 2 3 ആൻസർ എത്ര കിട്ടും? 0.099 കിട്ടും. വേറെ ഉദാഹരണം നോക്കാം. നമുക്കിത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് സാധാരണ ഇന്നലെ ചെയ്യാം. 5 ഇൻറ്റു 11 എത്ര കിട്ടും? 55 കിട്ടും. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനം കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് വരുന്നത്. അപ്പോൾ 1 ഇവിടെ 1 കഴിഞ്ഞിട്ടാണ് വരുന്നത്. 1 2 കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും? 2 സ്ഥാനം ടോട്ടല്. ആൻസർ എന്ത് ചെയ്യുക? 1 2 സ്ഥാനം ഇപ്പുറം പോയിന്റ് മാറ്റി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് വേണ്ട ഡെസിമൽ പോയിന്റ് ഏത് സ്ഥാനത്ത് വേണ്ടെന്ന് ഇതുവരെ കിട്ടും. അത് മൊത്തം എന്ത് ചെയ്താൽ മതി, ഉണ്ട് ഡെസിമൽ പോയിന്റ് എത്ര സ്ഥാനം കഴിഞ്ഞുള്ളത് അത് മൊത്തം ആഡ് ചെയ്യുക. അത് ആൻസർ എന്ത് ചെയ്താൽ മതി, ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് വേറൊരു ഉദാഹരണം കൂടി വെക്കാം. 0.0001 ഇൻറ്റു 66.666. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ 1 2 3 4 സ്ഥാനം കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് വരുന്നത്. ഇതിൽ 1 2 3 മൊത്തം ആഡ് ചെയ്ത് എത്ര കിട്ടും? 7 കിട്ടും. നമുക്ക് സാധാരണ എന്ത് ചെയ്യുക, ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. അതായത് 1 ഇൻറ്റു 66666 കിട്ടും. എത്ര ആൻസർ? ഇത്ര കിട്ടും. 66,666 കിട്ടും. എന്ത് ചെയ്യുക, നമുക്ക് മൊത്തം ഡെസിമൽ പോയിന്റ് എത്ര ഇട്ടത്? 7 ആണ്. അപ്പം ഇതിൽ 7 ഇട്ട് കൊടുക്കുക. 1 2 3 4 5 ഇവിടെ കിട്ടൂല, ഒന്നും കൂടി എഴുതാം. 1 2 3 4 5 6 7. അപ്പോൾ 1 2 3 4 5 6 7 സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് കിട്ടി? നമുക്ക് ആൻസറിൽ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക, എത്ര സ്ഥാനം കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് വരുന്നു? ഓക്കെ, വലതുവശത്തിന് ഇടതുവശത്തോട്ട് കൗണ്ട് ചെയ്യുക. 1 2 3 4. ഇപ്പോൾ 4 വരുന്ന ഇവിടെ 3 വരുന്നത്. രണ്ടും കൂട്ടി 7 സ്ഥാനം നമുക്ക് ആൻസറിൽ മാറ്റി എഴുതേണ്ടത്. അപ്പോൾ എന്ത് ആൻസറിലും എഴുതുമ്പോൾ എന്ത് ചെയ്യണം, വലത് നിന്ന് ഇടതുവശത്തോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, കൗണ്ട് ചെയ്യേണ്ടത്. ഫ്രാക്ഷൻ ഈ പോയിന്റിന്റെ സ്ഥാനം എവിടെ നിർണ്ണയിക്കേണ്ടത് എങ്ങനെയാണ്, വലതുവശത്ത് നിന്ന് ഇടതുവശത്തോണ്ട് കൗണ്ട് ചെയ്തുകൊണ്ട് വരിക. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്രാക്ഷൻ ഇല്ലാത്ത രീതിയിൽ സംഖ്യ എഴുതുക. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം കൊണ്ട് 7 എന്നുള്ളത് എണ്ണ 1 2 3 4 5 6 7 0.0066666 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ. അപ്പോൾ എന്ത് ചെയ്യുക, മൊത്തം ഡെസിമൽ പോയിന്റ്സ് ആഡ് ചെയ്യുക. അതിനുശേഷം ആൻസറിൽ
ആൻസർ ചെയ്യുമ്പം നോർമലായി ചെയ്യുന്ന പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈനലായി കിട്ടുന്ന പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിന് ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് ഇവിടെ ടോട്ടൽ കിട്ടിയ ഡെസിമൽ പോയിന്റ് കൗണ്ട് ചെയ്ത് ഇതുപോലെ എഴുതാം. ഇതിനടുത്ത് നമുക്ക് ഇതിൻ്റെ ഡിവിഷൻ നോക്കാം. ഡെസിമൽ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 0.18/0.6. ഇത് മൾട്ടിപ്ലിക്കേഷൻ അതിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ന്യൂമറേറ്ററിലുള്ള 0.18 എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് വരുന്നത് നോക്കുക. അപ്പോൾ 1, 2 കഴിഞ്ഞിട്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഡെസിമൽ പോയിന്റ്. വലത് സൈഡിന് അടുത്തോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത് 2 സ്ഥാനം കഴിഞ്ഞിട്ട്. ഇവിടെ ഡിനോമിനേറ്ററിലാണെങ്കിൽ 1 സ്ഥാനം. എന്ത് ചെയ്യുക പറഞ്ഞാൽ ഇത് രണ്ടും മൈനസ് ചെയ്യുക. 2 - 1 ചെയ്യുക, ആൻസർ 1 കിട്ടും. സാധാരണ നോർമലായി ചെയ്യുന്നവരെ ഡിവൈഡ് ചെയ്യുക. 18/6 എത്ര കിട്ടും, 3 കിട്ടും. ഇനി ഡെസിമൽ പോയിന്റ് ആൻസർ കൊടുക്കുക എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ ഇത് കൗണ്ട് ചെയ്യുക. അപ്പം 1 ആണ്ടത് ഒറ്റൊരു സ്ഥാനം കിട്ടുകൊടുത്താൽ മതി. 0.3 എന്നൊരു ഇതിൻ്റെ ആൻസർ വരും. ഇനി വേറെ ഉദാഹരണം നോക്കാം. ഇവിടെ ഒറ്റൊരു സ്ഥാനമേ ഉള്ളൂ, നമുക്ക് ഡിനോമിനേറ്റർ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ 1 ഉണ്ടത്, ഇവിടെ 0 ആണ്. 1 - 0 എത്ര കിട്ടും, 1 കിട്ടും. നമ്മൾ നോർമലായി ചെയ്യുന്നത് ചെയ്യാം. 124/2 എത്ര കിട്ടും, 62 കിട്ടും. നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിനോമിനേറ്റർ 1 ഇല്ല. അപ്പോൾ ഡിഫറൻസ് എത്ര വരും, 1 വരും. ഒറ്റ 1 ഇട്ട് കൊടുത്താൽ മതി. 6.2 ആൻസർ എത്ര വരും, 6.2 വരും. അപ്പോൾ എന്ത് ചെയ്താൽ നിങ്ങൾ ഡിവിഷൻ ചെയ്യുമ്പോഴേക്കും ഫ്രാക്ഷൻ ഇല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത രീതിയിൽ സാധാരണ ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിനു ശേഷം ആൻസറിൽ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിന് ലെഫ്റ്റ് സൈഡിലോട്ട് മൊത്തം ഡെസിമൽ പോയിന്റ് കൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്താൽ മതി, പോയിന്റ് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മൾട്ടിപ്ലിക്കേഷനിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ രണ്ടും ആഡ് ചെയ്യുന്നത് ഡെസിമൽ പോയിന്റിൻ്റെ സ്ഥാനങ്ങൾ ആഡ് ചെയ്യും, ഇതിൽ മൈനസ് ചെയ്യും. എന്നിട്ട് ആൻസറിൽ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിന് ലെഫ്റ്റ് സൈഡിലോട്ട് കൗണ്ട് ചെയ്ത് ഇടാം.